സ്കൂട്ടർ ഓടിക്കുന്ന പലർക്കും ഈ ഒരു സാധനം എന്തിനാന്ന് പോലും അറിയില്ല. ഇതുപോലെ സ്കൂട്ടർ റൈഡേഴ്സ് ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട വേറെ 3 കാര്യങ്ങളും കൂടിയുണ്ട്. ഒന്ന്, നിങ്ങളുടെ സ്കൂട്ടറിൽ ഡിസ്ക് ബ്രേക്കാണ് ഉള്ളതെങ്കിൽ അതിൽ ബൈക്കിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ബ്രേക്ക് ഫ്ലൂയിഡ് സിലിണ്ടർ ഉണ്ടെന്നും 2 വർഷത്തിലൊരിക്കലെങ്കിലും ഈ ബ്രേക്ക് ഫ്ലൂയിഡ് മാറണമെന്നും എത്ര പേർക്ക് അറിയാം? ബൈക്കിൽ ഇത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും മിക്ക സ്കൂട്ടേഴ്സിലും ഇത് ഹെഡ്ലാമ്പ് കവറിനകത്തോ അല്ലെങ്കിൽ ഈ കാണുന്ന ബോഡി പാനിനകത്തായിട്ടായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. സമയത്ത് മാറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്ക് ബ്രേക്കിന്റെ എഫിഷ്യൻസി കുറയും. ഗ്രാജുവലി നിങ്ങളുടെ ബ്രേക്കിംഗ് സിസ്റ്റം തന്നെ മുഴുവൻ അഴിച്ചു പണിയേണ്ടി വരും. 2, പലരും ബ്രേക്ക് പാഡ് തീർന്ന് അതിന്റെ മെറ്റൽ പ്ലേറ്റ് ഡിസ്കിൽ ഒറിഞ്ഞ് സൗണ്ട് കേട്ട് തുടങ്ങുമ്പോഴാണ് ബ്രേക്ക് പാഡ് മാറാൻ സമയമായെന്ന് മനസ്സിലാക്കുന്നത്. അതുവരെ വെയിറ്റ് ചെയ്താൽ ഡിസ്കും ഡാമേജ് ആവും, അതും പിന്നെ മാറേണ്ടി വരും. പകരം നിങ്ങൾക്ക് തന്നെ ഇത് വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസ്കും ബ്രേക്ക് പാഡിന്റെ മെറ്റൽ പ്ലേറ്റും തമ്മിലുള്ള ഗ്യാപ്പ് ഏകദേശം 2 mm വരെയൊക്കെ ആവുകയാണെങ്കിൽ പാഡ് മാറ്റുന്നതാണ് നല്ലത്. ഇനി ഡ്രം ബ്രേക്ക് വരുന്ന വണ്ടികളിൽ ഇങ്ങനെ ഒരു പോയിന്ററും ഇതുപോലൊരു മാർക്കിംഗ് കാണാൻ പറ്റും. ഫുള്ളി ടൈറ്റ് ചെയ്തിട്ടും ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ പോയിന്റർ ഈ മാർക്കിംഗ് ലെവലിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക് ഷൂ തീർന്നെന്നാണ് മനസ്സിലാക്കാൻ. ഇനി ഈ കാണുന്ന സാധനം നിങ്ങളുടെ സ്കൂട്ടറിന്റെ പാർക്കിംഗ് ബ്രേക്കാണ്. കയറ്റത്തിലൊക്കെ വണ്ടി വെച്ചിട്ട് പോകുമ്പോൾ ബ്രേക്ക് ലിവർ ഇതുപോലെ പിടിച്ച് ഇതിനൊന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രേക്ക് എൻഗേജ് ആവും, വണ്ടി പിന്നെ പുറകിലോട്ട് ഉരുണ്ട് പോകില്ല. ഇത് മാറ്റാനായിട്ട് ബ്രേക്ക് ലിവർ ഇതുപോലെ ഒന്ന് പുള്ളി ചെയ്താൽ മാത്രം മതി.